2010 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. അതുവരെ ഇറങ്ങിയിരുന്ന മിക്ക ബോളിവുഡ് സിനിമകൾക്കും ഒരു എസ്തെറ്റിക്സ് ഉണ്ടായിരുന്നു, അതായത് ഒരു റിച്ച് മാൻസ് എസ്തെറ്റിക്സ്. എന്നാൽ ഈ സിനിമയുടേത് ഈ പറഞ്ഞ അതുവരെ കണ്ടിരുന്ന ബോളിവുഡ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരം എസ്തെറ്റിക്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ പടത്തിന് അതിപ്പോ അതിന്റെ സിനിമാറ്റോഗ്രാഫി എന്നാണോ കളർ ഗ്രേഡിംഗ് എന്നാണോ എന്താണ് എടുത്ത് പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ ഈ പടത്തിന് ഇതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ പടത്തിന്റെ ഏറ്റവും ഒരു യുണീക് ഫീച്ചറും. എന്നാൽ ആ ഒരു ഭംഗി മൾട്ടിപ്ലക്സ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒന്നായിരുന്നില്ല. ആക്ച്വലി വർഷങ്ങൾക്കിപ്പുറം പുഷ്പരാജും റോക്കി ബായും ഒക്കെ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഇളക്കി മറിച്ചപ്പോൾ എവിഡന്റ് ആയ ഒരു കാര്യമുണ്ട്. അതായത് ഈ പൊതുവെ ഷാറൂഖ് അമീർ ഖാൻ മൂവീസിനെ മൾട്ടിപ്ലസ് ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമകൾ എന്നാണ് അവിടെ വിളിക്കാറ്. എന്നാൽ അങ്ങനെ ഒരു സെറ്റ് ഓഡിയൻസ് മാത്രമല്ല യഥാർത്ഥത്തിൽ ബോളിവുഡിനുള്ളത്. ഈ പഴയകാല തിയേറ്റർ ക്ലാസിഫിക്കേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ B&C സെന്ററിൽ വരുന്ന ഓഡിയൻസും ബോളിവുഡിന് ധാരാളമുണ്ട്. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഷാറൂഖിന്റെ റൊമാൻസോ ആമിർ ഖാന്റെ ഫിലോസഫിയോ ഒന്നുമല്ല, മറിച്ച് ഈ പുഷ്പരാജ് റോക്കി ബായ് പോലുള്ള സംഗതികളാണ്. അപ്പൊ കാലങ്ങൾക്ക് മുന്നേ തന്നെ ആ ഒരു B&C സെന്ററിൽ ഏറ്റവും കൂടുതൽ പിടിപാടുള്ള ഒരു ബോളിവുഡ് നടനായിരുന്നു സൽമാൻ ഖാൻ. ആൻഡ് അങ്ങനെയുള്ള ഓഡിയൻസിലേക്ക് ഒന്നുകൂടി ഡീപ്പായി ഇറങ്ങിച്ചെല്ലാൻ പുള്ളിയെ സഹായിച്ച ഒരു ആയുധമായിരുന്നു ദബാങ് എന്ന ഈ സിനിമ. കാരണം ഇതൊരു വില്ലേജിൽ നടക്കുന്ന സിനിമയാണ്, നായകനും വില്ലനും അവിടുത്തുകാരാണ്, നായികയും അതേ പ്രദേശത്ത് തന്നെയാണ്. സോ ഈ B&C സെന്റേഴ്സിലെ ഓഡിയൻസിന് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പടം ഇത്രയും കണക്ട് ആയതെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എന്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസിലും ഷാറൂഖ് വേഴ്സസ് സൽമാൻ എന്നൊരു ഡിബേറ്റ് വന്നാൽ ഐ ഓൾവേസ് ചൂസ് ഷാറൂഖ്. അതിപ്പോ ഒരു 2010 കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഷാറൂഖിന്റെ പേര് മാത്രമേ പറയുകയുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത് പുള്ളി തന്റെ സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ കൊണ്ടുവരും. കഥാപാത്രത്തിന്റെ ലുക്ക് മുതൽ ആറ്റിറ്റ്യൂഡ് മുതൽ എല്ലാത്തിലും അത് കാണാനും സാധിക്കും. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് സൽമാൻ ഖാൻ എന്ന് വെച്ചാൽ എപ്പോഴും ഒരേപോലെ, ഒരേ ലുക്ക്, ഒരേ ക്യാരക്ടറൈസേഷൻ, എല്ലാം സെയിം. അപ്പൊ ആ ഒരു ആവർത്തന വിരസതയിൽ നിന്ന് മാറി സൽമാൻ ഖാനെ ഇഷ്ടപ്പെടാനും പുള്ളിയുടെ ആ ഒരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു ദബാങ്. സോ എങ്ങനെയൊക്കെ നോക്കിയാലും ദിസ് വാസ് എ മൈൽ സ്റ്റോൺ മൂവി ഫോർ ബോളിവുഡ്, ഫോർ സൽമാൻ ഖാൻ ആൻഡ് ഫോർ ഹിസ് ഫാൻസ്. ഇനി പുള്ളിയുടെ ഫാൻസ് അല്ലാത്തവർക്കും ഈ സിനിമയെ ഇഷ്ടപ്പെടാതിരിക്കാനാവില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.